ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും. ഇപ്പം നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ മൈ വേ ബൈ കല്യാണിയുടെ ഒരു മാറ്റർ. അപ്പോൾ ആദ്യമേ പറയട്ടെ, എൻ്റെ ഒരു റിയാക്ഷൻ ചാനലല്ല, പക്ഷെ ഞാൻ 1-2 ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പല വീഡിയോസ് കണ്ടു, കല്യാണിയുടെ വീഡിയോ കണ്ടു, മറ്റ് ചാനലുകൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ചാനലുകളുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് 1-2 കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി. അതൊരിക്കലും കല്യാണിയെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റ് ഉള്ളവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നുമല്ല. എനിക്ക് ന്യായമായിട്ട് തോന്നി 1-2 കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കേട്ടോ. അപ്പം നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം ശരിയാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പം മൈ വേ ബൈ കല്യാണി എന്ന് മാത്രം നമുക്ക് പറയാം. കല്യാണി എന്ന് പറയുന്ന ആ ഒരു ലേഡി, അവരുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് അവർ. പിന്നെ അപ്പോൾ ബ്യൂട്ടി വ്ളോഗർ എന്ന് എടുത്ത് പറയാൻ പറ്റത്തില്ല, ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ബ്യൂട്ടി ടിപ്സ് അല്ലെങ്കിൽ സൗന്ദര്യപരമായ കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരമാണ്. കാരണം ഈ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ ഒരു കാര്യമാണ് നമ്മുടെ മേക്കപ്പ് എന്ന് പറയുന്നത്, ബ്യൂട്ടി അല്ലയോ. അപ്പോൾ അവരതിനെ ചൂണ്ടിക്കാണിച്ച് വീഡിയോ ചെയ്യുന്നതിനൊന്നും തെറ്റ് പറയാൻ ആർക്കും പറ്റില്ല. ഇപ്പോൾ അവരത് ചെയ്യരുത്, അവർ അടുക്കളയിൽ മാത്രം ഒതുങ്ങിപ്പോകാവൂ, അല്ലെങ്കിൽ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങൾ കാണാനാണ് നമുക്കിഷ്ടം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഇഷ്ടമല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടമുണ്ടല്ലോ. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എതിർത്ത് അവർ കിച്ചണിലെ പരിപാടികൾ മാത്രമേ കാണിക്കാവൂ എന്നൊന്നും പറയാനുള്ള റൈറ്റ്സ് നമുക്കില്ല. അവർക്ക് നമ്മളിപ്പം അവർ കല്യാണി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നതെന്ന് പറയുമ്പം തീർച്ചയായിട്ടും അവരുടെ വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോൾ നമുക്കറിയാം അവർ ഒരുപാട് എഫേർട്ട് ഇട്ട് തന്നെ വീഡിയോ ചെയ്യുന്നവരാണ്. അതുപോലെയാണ് നമ്മളും അതുപോലെ കഷ്ടപ്പെട്ട് വരുന്ന വീഡിയോ ചെയ്യുന്നവരാണ്. പിന്നെ അത് കല്യാണിയോടായി പറയാനുള്ളത്, ആദ്യം ഒരു കുട്ടി കല്യാണിക്കെതിരെ ഒരു വീഡിയോ ചെയ്തപ്പം കല്യാണി അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ് കൊടുത്തത് അല്ലയോ. അത് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്താണ് കല്യാണി ചെയ്തത് കറക്റ്റ് കാര്യമാണ് എന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്നേ പറയാൻ പറ്റൂ. കാരണം ഈ കഷ്ടപ്പെട്ടാണ് ആ കുട്ടിയും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും ഇപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് റിയാക്ട് ചെയ്തേ പറ്റൂ. കാരണം അവരുടെ ജോലിയും യൂട്യൂബിൻ്റെ അവരുടെ കണ്ടൻറ് എന്ന് പറയുന്നതും റിയാക്ഷൻ തന്നെയാണ്. അപ്പം കല്യാണി ഇടുന്ന വീഡിയോ ഏത് വീഡിയോയ്ക്കാണോ റിയാക്ട് ചെയ്യേണ്ടത് അതിൻ്റെ പോർഷൻ എടുത്ത് വെച്ച് തന്നെ അവർക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെപ്പോലുള്ള ചാനലുകാർക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാത്തവർക്ക് അത് ഫുൾ എടുത്തിട്ട് ചെയ്യാനുള്ള ഇതുമില്ല. ജസ്റ്റ് ഒരു സെക്കൻഡോ 2 സെക്കൻഡോ ഒക്കെ ഉള്ള വീഡിയോസ് കയറാം. പക്ഷേ ആ കുട്ടി കൂടുതൽ ചെയ്തിട്ടായിരിക്കാം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തത്. പക്ഷേ അതും ഒരു പെൺകുട്ടിയാണ്, അവരും കഷ്ടപ്പെട്ടാണ് ചാനൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാമായിരുന്നു കല്യാണിക്ക്. പിന്നെ ഓരോ വീഡിയോയ്ക്ക് താഴെ അവർ പറയുന്നു, അവർ ലൈവിൽ വന്ന് ഒരുപാട് ക്രീമൊക്കെ ഇങ്ങനെ വാരി തേച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇച്ചിരി പൊട്ടിത്തെറിച്ച് സംസാരിച്ചപ്പോഴും അതിനെതിരെ വന്ന് കല്യാണിയുടെ തനി സ്വഭാവം നമ്മൾ അറിഞ്ഞു, തനി സ്വഭാവം പുറത്ത് കണ്ടു, ഇതായിരുന്നു കല്യാണി എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല. പിന്നെ അവർ എടുത്തു പറയുന്നുണ്ട്, കുഞ്ഞിനെ ഒരുപാട് കളിയാക്കുകയും പിന്നെ ഫാമിലിയെ ഒരുപാട് അതിനകത്ത് ഇതിന് കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രക്ഷോഭമാണ് അവർ കാണിച്ചത്. കാരണം ഇപ്പം എനിക്ക് 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അപ്പം നമ്മളെ പറയുന്നതിന് നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനി ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് കൊള്ളും, അത് സത്യം തന്നെയാണ്. അവർ കുഞ്ഞിനെ 7-8 വയസ്സുള്ള കുഞ്ഞിനെ ഒരു കളിയാക്കുന്ന ടോണിൽ മെസ്സേജ് വന്നു. അങ്ങനെ അത് നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ അത്രയും റിയാക്ട് ചെയ്തത്. അത് ഒരു അമ്മ ആസ് എ മദർ എന്ന രീതിയിൽ അവരത് റിയാക്ട് ചെയ്തതാണ്. പിന്നെ ഫാമിലിയായിട്ട് ഒരുപാട് ഡിപ്പെൻഡായിട്ട് ഒരുപാട് ഫാമിലിയായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ആളാണ് കല്യാണി എന്നാണ് തോന്നിയിട്ടുള്ളത്. അത് അവരുടെ ഫാമിലി ആയാലും ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ അവരത്രയും അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ അവർക്ക് ചിലപ്പം നോവുമായിരിക്കും അങ്ങനെ പറയുമ്പം. അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ്
ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ട്. നമ്മൾ അവർ ബ്യൂട്ടി വ്ളോഗേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെയുള്ളവരുടെ ചാനൽ കാണുമ്പോൾ നമുക്ക് കുറ്റമായിട്ടൊന്നും തോന്നാത്തത്. കാരണം അതിപ്പോൾ പഠിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ടെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങൾ എന്തൊക്കെയുണ്ടോ, ഒരു ഒരു ഇപ്പം സൺസ്ക്രീനിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അതിനകത്ത് എന്തൊക്കെ കണ്ടൻറ്റാണ് അടങ്ങിയിട്ടുണ്ടോ, അത് എല്ലാം നോക്കിയിട്ടായിരിക്കും അവരൊരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം കല്യാണി ഫുള്ള് പെയ്ഡ് പ്രൊമോഷനാണ്. ശരിയാണ്, കല്യാണി എല്ലാം ഇപ്പം പെയ്ഡ് പ്രൊമോഷനാണ് കൂടുതലും ചെയ്യുന്നത്. ഫാമിലി ആയിട്ടുള്ള ഇത് കുറച്ചിട്ട് ഇപ്പോൾ ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻ വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ആ ഇട്ട വീഡിയോസ് സത്യം പറഞ്ഞാൽ നല്ലതുപോലെ വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്ന് തന്നെ ഞാനും ആ വീഡിയോ കണ്ടു. അപ്പോൾ അതിനകത്ത് അവർ ചെയ്യുന്ന ആ ഒരു സൺസ്ക്രീനിന് അവർ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് പറയുമ്പം ഫേസിൽ നല്ല പോലെ വൈറ്റ് കാസ്റ്റ് ഉണ്ട്. അത് പിന്നെ കല്യാണിക്ക് തന്നെ അത് ആ വീഡിയോ എടുത്ത് വെച്ച് നോക്കിയാൽ നല്ലതുപോലെ മനസ്സിലാവും. അപ്പോൾ കല്യാണിയുടെ ഭാഗത്ത് ആ ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം, മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് പറയാം. പക്ഷേ നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാം നല്ല പോലെ. പിന്നെ കല്യാണം പറയുന്നത് അത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ മാറുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പം അന്നേരേ അത് ഫേസിൽ അബ്സോർബായി പോകുകയാണ്. നമ്മൾ ഒത്തിരി വട്ടം ഉരയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് അവർക്ക് ഒരുപാട് ഹേറ്റേഴ്സിനെ കിട്ടി. ആ ഒരൊറ്റ ഒരു വീഡിയോയ്ക്ക് അത്രയും ഇപ്പോൾ 12 lakh എബോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് മൈ വേ ബൈ കല്യാണി. നമുക്കൊരുപാട് ഇഷ്ടമാണ്. കിച്ചണിലൊക്കെ നല്ല നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ ആയാൽ കൊള്ളാമായിരുന്നു, ഇതുപോലൊക്കെ ചെയ്യാമായിരുന്നു. എത്ര കൂളായിട്ടും എത്ര ഭംഗിയായിട്ടാണ് അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ കമൻറ്റ് ഇട്ടു, അടുക്കളയിൽ 10 കറികൾ റെഡിയാക്കാൻ ഇവർക്ക് എങ്ങനെ പറ്റും എൻ്റെ പൊന്നോ എന്നൊക്കെ പറയുന്നത്. പക്ഷേ അടുക്കളയിലൊക്കെ ഓരോ കുക്കിംഗ് ചെയ്യുന്നവർക്ക് അത് ഇഷ്ടമാണ്, എത്ര വേണേലും ചെയ്യും. അതിന് അവരുടെ വീട്ടിൽ അവർ 10 കറിയോ 20 കറിയോ വെക്കുന്നതിന് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കമൻ്റ് ഇട്ടിട്ട് അവരെ ഷെയിം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ വീട്ടിൽ എത്ര കറികൾ വെക്കണമെന്ന്. ഇപ്പം നമ്മുടെ വീട്ടിൽ എത്ര കറികൾ വെക്കണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു വീഡിയോ അവർ ചെയ്തതിൽ തെറ്റാണ്. അത് ഞാനും ആ വീഡിയോ കണ്ട്, വൈറ്റ് കാസ്റ്റ് ഒത്തിരി ഉണ്ട്, അത് കറക്റ്റ് കാര്യമാണ് എന്ന് കരുതി അങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ അവരെ അതിൻ്റെ ഇടയ്ക്കോട്ട് ഫാമിലിയെ വലിച്ചിടുവോ, അല്ലെങ്കിൽ അവർ കിച്ചൻ്റെ പരിപാടി അവർ ഇതുവരെ ചെയ്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതിനകത്ത് നമ്മൾ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് വലിയ പാപം വലിയ സംഭവമൊന്നുമല്ല. നമുക്കത് കണ്ടെങ്കിൽ അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ കല്യാണിയോടായിട്ട് പറയാനുള്ളത്, പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുമ്പം കല്യാണിയെ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് 12 lakh എബോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിന് എത്രയോ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരിലോട്ട് നിങ്ങളൊരു കാര്യം എത്തിക്കുമ്പം അത് അവർക്ക് വിശ്വാസമുള്ള കാര്യമാണെങ്കിലാണ് അവർ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അത്രയും നിങ്ങളോട് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഒരു ചെറിയ തെറ്റ് കണ്ടപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ട് അതിന് റിയാക്ട് ചെയ്തത്. കല്യാണി ആ ഒരു മൈൻഡോടുകൂടി ആ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഇത്രയും നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരുപാട് ദിവസം കൊണ്ട് ഇങ്ങനെ കല്യാണിയുടെ വീഡിയോസ് ഇങ്ങനെ പല രൂപത്തിൽ പല ഭാവത്തിൽ ഇങ്ങനെ ചർച്ചകൾ വരുമ്പോൾ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. ഇതിപ്പോൾ കല്യാണിക്ക് ഞാൻ സപ്പോർട്ടും പറഞ്ഞിട്ടില്ല, നമ്മളെപ്പോലുള്ള ആൾക്കാർക്കും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ന്യായം ആണ് പറഞ്ഞതെന്നാണ് എനിക്ക് നല്ലതായിട്ട് ഓർമ്മ. നല്ലതായിട്ട് ഞാൻ പറഞ്ഞതെല്ലാം ആ രീതിയിലാണെന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.